Hi friends, welcome to Varma's Ruchi World. ഇന്ന് നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഊട്ടുപുര പുളിങ്കറി. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു റെസിപ്പിയും കൂടി അവതരിപ്പിക്കുന്നുണ്ട് പൊടിപൊടിച്ച പുളിങ്കറി. സാധാരണ നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിലൊക്കെ പ്രസാദൂട്ടിനാണ് ഇങ്ങനത്തെ ഒരു പുളിങ്കറി കണ്ടുവരുന്നത്. ഒപ്പം ചിലയിടങ്ങളിലൊക്കെ സദ്യകളൊക്കെ അതായത് കല്യാണ സദ്യകളുടെയൊക്കെ തലേ ദിവസവും ഇങ്ങനത്തെ ഒരു പുളിങ്കറിയുടെ റെസിപ്പി കാണാറുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലൊക്കെ ഉത്സവകാലത്ത് ഒരു പുളിങ്കറി പതിവുണ്ട്. വളരെ പേര് കേട്ടതാട്ടോ ഈ പുളിങ്കറി. കുഞ്ഞുണ്ണി മാഷെ പോലെയും അതേപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരെ പോലെയൊക്കെയുള്ള ഒരുപാട് മഹാരഥന്മാര് ഈ പുളിങ്കറിയെ കുറിച്ചിട്ട് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഭാഷ്യത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു പുളിങ്കറിയുടെ രുചി അറിയണം എന്നാണ് പറയണത്. അത്ര പ്രസിദ്ധമാണ് ഇവിടുത്തെ പുളിങ്കറി. നമ്മൾ വീടുകളിൽ സാധാരണ പുളിങ്കറി ഉണ്ടാക്കുമ്പോൾ പലരുടെ ഒരു പരാതി എന്താ വെച്ചാൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ അമ്പലങ്ങളിൽ നിന്ന് കഴിക്കണ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് കഴിക്കണ പുളിങ്കറിയുടെ അല്ലെങ്കിൽ സദ്യ സ്റ്റൈലിൽ പുളിങ്കറിയുടെ ഒരു സ്വാദ് നമുക്ക് കിട്ടണില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ ആ സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ടാവാം. എന്നാലും നമുക്കൊരു പരിധി വരെ ഒരു 90-95% വരെയൊക്കെ നമുക്കും ആ സ്വാദിൽ നമ്മുടെ വീട്ടിൽ പുളിങ്കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ മിക്കപ്പോഴും നമ്മുടെ കൂട്ടുകളിലുള്ള വ്യത്യാസം അതുകൊണ്ടായിരിക്കാം നമ്മൾ ഉണ്ടാക്കുന്ന പുളിങ്കറിക്ക് ആ ഒരു സ്വാദ് കിട്ടാത്തത്. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ പുളിങ്കറിയുടെ ഒരു കൂട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു കൂട്ട് അനുസരിച്ചിട്ടാണ് നിങ്ങൾ പുളിങ്കറി ഉണ്ടാക്കണേന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുളിങ്കറിക്ക് ഏകദേശം ഒരു 90-95% വരെയെങ്കിലും നിങ്ങൾക്ക് സദ്യ സ്റ്റൈല് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള പുളിങ്കറിയുടെ ഒരു സ്വാദ് ഉണ്ടാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അങ്ങോട്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് പുളിങ്കറി ഉണ്ടാക്കി നോക്കാം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. അപ്പോൾ നമുക്കിനി കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കണില്ല, നമുക്ക് കണ്ടിട്ട് വരാം ഊട്ടുപുര പുളിങ്കറി ഒപ്പം പൊടി പൊടിച്ച പുളിങ്കറിയും. അപ്പോൾ നമുക്ക് ഊട്ടുപുര പുളിങ്കറി അല്ലെങ്കിൽ പൊടി പൊടിച്ച പുളിങ്കറി, ഞാൻ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ രണ്ട് പുളിങ്കറിയും ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ രണ്ട് പുളിങ്കറി തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം, രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഊട്ടുപുര പുളിങ്കറിയിൽ അതായത് നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്നോ അതുപോലെ തന്നെ സദ്യകളിൽ നിന്നൊക്കെ കിട്ടുന്ന പുളിങ്കറിയിൽ ഈ കഷ്ണങ്ങളുടെ വലിപ്പം ഇത്തിരി വലുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇവിടെ പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് സാമാന്യം വലിപ്പത്തിലാണ് മത്തങ്ങയും കുമ്പളങ്ങയും നുറുക്കിയാക്കണത്. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാമിന് അടുത്ത് രണ്ടും കൂടി കഷ്ണങ്ങളുള്ളൂ. അത് തന്നെ മത്തങ്ങയാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്, കുമ്പളങ്ങ മത്തങ്ങയേക്കാളും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഊട്ടുപുര പുളിങ്കറി ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് കാണാം. ഊട്ടുപുര പുളിങ്കറിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതിയായിരിക്കും കുക്കറിൽ. അപ്പോൾ ഒരു വിസിലടിക്കണ വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ മുളക് പൊടി ഒന്നും ഇപ്പോൾ ചേർക്കണില്ല. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ചേർക്കണില്ല, മുളക് പൊടിയും ചേർക്കണില്ല. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ പുളിങ്കറിക്ക് ഒരു കൂട്ടുണ്ട്. ആ കൂട്ട് നമ്മൾ വറുത്ത് പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളകും കൂടി നമ്മൾ വറുത്ത് പൊടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിൽ മുളകൊന്നും ചേർക്കണില്ല. ആദ്യം തന്നെ ഈ കഷ്ണങ്ങൾ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഒരു വിസിലടിക്കുന്നവരെ. ഇത് നമ്മൾ ഒരു നാരങ്ങ വലിപ്പത്തിൽ തന്നെ കേട്ടോ, നന്നായിട്ട് നെല്ലിക്ക വലിപ്പത്തിലല്ല, ഇത്തിരി കൂടി കൂടുതൽ എടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിൽ നമുക്ക് പുളി എടുക്കാം. ഈ പുളി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടാം. പുളി നന്നായിട്ട് കുതിർന്ന് കിട്ടട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വറവൊക്കെ റെഡിയാക്കാം.
ഈ പുളിങ്കറിക്ക് ഒരു കൂട്ടുണ്ട്. ഈ കൂട്ടും കൂടി വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് പുളിങ്കറിയുടെ ആ ഒരു സ്വാദ് കിട്ടുന്നത്. അതായത് ഊട്ടുപുര പുളിങ്കറിയുടെ അല്ലെങ്കിൽ പൊടിപൊടിച്ച പുളിങ്കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു കൂട്ടും കൂടി ചേർക്കുമ്പോഴാണ്. കൂട്ട് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പം നമുക്കിനി ആ കൂട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മളിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഇടുന്നത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ അരി. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. എന്നിട്ടൊന്ന് ഉണക്കിയിട്ടുണ്ട്. അരിയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു 2 ടീസ്പൂൺ തന്നെ മല്ലിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണ്. 2 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾ മല്ലി ചേർക്കുകയാണെങ്കിൽ ഇതിനൊരു എന്താ പറയുക, ഒരു സാമ്പാറിൻ്റെ ഒക്കെ ഒരു സ്വാദ് വരും. അപ്പം അതുകൊണ്ട് തന്നെ 2 ടീസ്പൂണാണ്. അതുപോലെ കുറച്ച് വറ്റൽമുളകും കൂടി ഞാൻ ചേർക്കുകയാണ്. വറ്റൽമുളക് ഞാനിവിടെ എടുത്താക്കുന്നത് ഒരു 8 എണ്ണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് പുളിങ്കറി വയ്ക്കണേന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് അതിൻ്റെ പാകം അനുസരിച്ചിട്ട് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇതെല്ലാതും ഒരുമിച്ചിട്ടത്. അപ്പോൾ അരിയൊക്കെ ഇവിടെ പൊട്ടി വരുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും ചേർക്കാണ്ട് ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മൾ പുളിങ്കറിക്കുള്ള കൂട്ട് വറുത്തെടുത്താക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം. പലരും പുളിങ്കറി ഉണ്ടാക്കുമ്പോൾ ധാരാളം നാളികേരം അതിൽ അരച്ച് ചേർക്കണ കാണാറുണ്ട്. എന്നാൽ ശരിക്കും പുളിങ്കറിക്ക് വളരെ കുറച്ച് നാളികേരം മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മളിവിടെ ഈ ഒരു ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ നാളികേരം മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ പുളിങ്കറിയുടെ ആ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് അതിലെ കഷ്ണങ്ങൾ വെന്തുണ്ടാവുന്ന സ്വാഭാവിക കൊഴുപ്പും അതുപോലെ തന്നെ നമ്മൾ ഈ കൂട്ട് ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന കൊഴുപ്പും മാത്രമാണ്, അല്ലാണ്ട് നാളികേരം അരച്ച് ചേർത്തിട്ടുണ്ടാകണ കൊഴുപ്പല്ല. അപ്പോൾ നമ്മളിവിടെ ഈ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ നാളികേരമാണ് എടുത്താക്കുന്നത്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട്, സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇപ്പം ഞാൻ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ കുക്കറിൽ നിന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പാകത്തിന് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കണ പുളി ഉണ്ടല്ലോ, ആ പുളിവെള്ളം ചേർക്കുകയാണ്. ഈ പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടണം. ഇപ്പൊ നമ്മുടെ പുളിങ്കറിയിൽ നമ്മൾ പുളിവെള്ളം ചേർത്തു, നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ കൂട്ട്, പൊടിച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പൊ നമ്മൾ കൂട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പൊടി ഇടണേക്ക് പകരം ഒന്ന് ആ പൊടി ഒന്ന് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ കട്ട കുത്തിയൊന്നും കിടക്കില്ല പൊടി. അപ്പോൾ അതേ നോക്കിക്കോളൂ, നമ്മൾ ഈ പൊടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾക്ക് പൊടി വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം. നമുക്ക് ഈ പൊടി, കലക്കിയെടുത്ത പൊടി ഇതിലേക്ക് ചേർക്കാം. ഈ കൂട്ട് ചേർത്തതിന് ശേഷം ഒന്നും കൂടി നമുക്ക് ഈ പുളിങ്കറി ഒന്ന് നന്നായിട്ട് തിളച്ച് കിട്ടണം. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു 2 തരത്തിലുള്ള പുളിങ്കറിയാണ് നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്നത്. ഒന്ന് ഊട്ടുപുര പുളിങ്കറിയും വേറൊന്ന് പൊടിപൊടിച്ച പുളിങ്കറിയും. അപ്പോൾ ഈ ഒരു പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കടുകും മുളകും വറുത്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഒരു പുളിങ്കറി, ഒരു ടൈപ്പ് പുളിങ്കറി, അതായത് പൊടിപൊടിച്ച പുളിങ്കറി റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ പൊടിപൊടിച്ച പുളിങ്കറിയിൽ നമ്മൾ നാളികേരം അരച്ച് ചേർക്കണില്ല. ഊട്ടുപുര പുളിങ്കറിയിൽ നമ്മൾ ഈ പൊടി ചേർത്തതിന് ശേഷവും കുറച്ച് നാളികേരം കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ 2 ടൈപ്പുള്ള പുളിങ്കറിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങൾ ഇതിലേക്ക് നാളികേരം ഒന്നും ചേർക്കാൻ ഉദ്ദേശിക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിൽ നന്നായിട്ടൊന്ന് തള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കടുകും മുളകും കൂടിയും വറുത്തിട്ട് കഴിഞ്ഞാൽ, വേപ്പിലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പുളിങ്കറി റെഡി ആയി കഴിഞ്ഞു. അതും ഒരു ടൈപ്പ് പുളിങ്കറിയാണ്. പൊടി പൊടിച്ച പുളിങ്കറി എന്ന് പറയുന്ന പുളിങ്കറി റെഡി ആയി കഴിഞ്ഞു. നമ്മളിവിടെ ഊട്ടുപുര പുളിങ്കറിയാണ് ഉണ്ടാക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണ അരപ്പും കൂടി ചേർക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പം ഞാൻ ഇതിലത്തെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തു. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവാണെന്നാണ് തോന്നണേ. അപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടോളും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന പുളിരസത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അനുസരിച്ചിട്ട് ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ചേർക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നന്നായിട്ട് തള വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണം നാളികേരം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നാളികേരം ഒന്ന് ലൂസായിട്ട് തന്നെയാണ് അരച്ചേക്കണത്.
വല്ലാണ്ട് തിക്നെസ്സിലല്ല. അപ്പോൾ നമ്മൾ നല്ല മഷി പോലെ അരച്ച നാളികേരാണ് ചേർത്തത്. പക്ഷെ മഷി പോലെ അരച്ചു വെച്ചാലും ഇങ്ങനെ തിക്കായിട്ടല്ല, കുറച്ച് വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്തത്. എപ്പോഴും പുളിങ്കറി ഒരു ഒഴിച്ചുകറിയുടെ പോലെയാണല്ലോ, സാമ്പാറിനൊക്കെ പകരമായിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമായിട്ട് തന്നെയാണ് അരച്ചെടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ, നാളികേരത്തിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല പുളിങ്കറിയിൽ. മുളക് ഇങ്ങനെ വറുത്ത് നമ്മുടെ കൂട്ടിൻ്റെ കൂടെ വറുത്ത് പൊടിച്ച് ചേർക്കണേ ഉള്ളൂ. അപ്പോൾ പുളിങ്കറിയിൽ ഒരു റെഡ് കളർ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറ് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് ടൈമിൽ നാളികേരം ചേർത്തിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കാശ്മീരി ചില്ലി, അതായത് പിരിയമുളകിൻ്റെ പൊടി ചേർക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്താക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ചേർത്തുകൊണ്ട് ഇതിന് പ്രത്യേകം ടേസ്റ്റും ഇല്ല, അതുപോലെ തന്നെ ചേർത്തില്ലാച്ചിട്ട് നിങ്ങളുടെ പുളിങ്കറിയുടെ ടേസ്റ്റ് കുറയണമില്ല. അപ്പോൾ ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്, ഒന്നും കൂടി ഒരു റെഡ് കളർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കാം. അതല്ല നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇതൊന്നും കൂടി തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുകും മുളകൊക്കെ വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കാണ്. കുറച്ച് വറ്റൽമുളക്, പേരിന് ഉലുവാട്ട, ഒരു പിഞ്ചെന്ന് തന്നെ പറയാം, എത്ര കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതുപോലെ കുറച്ച് വേപ്പില, നമുക്ക് വറവ് ചേർക്കാതിരിക്കുക. വറവ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു പൊടിക്കൈ ആയിട്ട് ഒരു ചെറിയ അളവിൽ, ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, അതിനേക്കാൾ കുറച്ച് ഉലുവപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഇതൊരു പൊടിക്കൈയാണ്. നമ്മളിങ്ങനെ ഇതിന് മുകളിൽ ലാസ്റ്റ് എല്ലാം വാങ്ങിയതിന് ശേഷം, അതായത് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഒരു പിഞ്ച് ഉലുവപ്പൊടി. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ ഉലുവപ്പൊടി ചേർത്തോളൂ. ഞാൻ ഇവിടെ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് 1/4 ടീസ്പൂണിലും കുറച്ച് കുറവ് ഉലുവപ്പൊടിയാണ് ഇതിൽ ചേർത്തത്. ഊട്ടുപുര പുളിങ്കറി സാധാരണ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ സദ്യകളിലൊക്കെ കിട്ടുന്ന പുളിങ്കറിയിൽ ചെറിയൊരു മധുരരസം കൂടി ഉണ്ടായിരിക്കും. അവർ ഒരു ചെറിയ കഷ്ണം വെല്ലം ഇതിലേക്ക് ചേർക്കാറുണ്ട്. നമ്മളിവിടെ നന്നായിട്ട് വിളഞ്ഞ മത്തങ്ങി കുമ്പളങ്ങിയാണ് ഉപയോഗിച്ചിരുന്നത് പുളിങ്കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മത്തങ്ങയ്ക്ക് സ്വാഭാവികമായിട്ട് ഒരു മധുരരസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് വേറെ മധുരം ചേർക്കാണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെല്ലമൊന്നും ചേർത്തില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം വെല്ലം കൂടി ഇതിലേക്ക് ചേർത്തോളൂ. ഇനി മധുരം തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആ സ്റ്റെപ്പ് അവോയ്ഡും ചെയ്തോളൂ. ഇന്നത്തെ നമ്മുടെ ട്രഡീഷണൽ റെസിപ്പിയായ ഊട്ടുപുര പുളിങ്കറി അഥവാ പൊടിപൊടിച്ച പുളിങ്കറിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ സദ്യകളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പ്രസാദൂട്ടിന് കിട്ടുന്ന ഊട്ടുപുര പുളിങ്കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ പലരുടെ ഒരു പരാതിയായിരുന്നു നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പുളിങ്കറിക്ക് ആ ഒരു പുളിങ്കറിയുടെ ഒരു സ്വാദ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇങ്ങനത്തെ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ പുളിങ്കറിക്ക് ഏകദേശം ഒരു 90-95% ആ ഒരു പുളിങ്കറിയുടെ, അതായത് ഊട്ടുപുര പുളിങ്കറിയുടെ ഒരു സ്വാദ് ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഒരു തവണ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക.
അത് നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ഗുഡ് ബൈ.